DCC പ്രസിഡന്റ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. വലിയ വീഴ്ച, സുരക്ഷാ വീഴ്ച, ഗുരുതരമായ വീഴ്ച തന്നെ ജയിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ട് എന്നല്ലേ വിലയിരുത്തേണ്ടത് ഈ സംഭവത്തിൽ നിന്ന്? ഇതിനകത്ത് ജയിൽ അധികാരികൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ അനാസ്ഥ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ഒന്ന്, അദ്ദേഹത്തിന്റെ ആരോഗ്യം, അതായത് ഒരു കൈ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്ര സൗകര്യപ്രദമായി ജയിലിൽ നിന്നും ചാടി പോകണമെങ്കിൽ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആരൊക്കെ ഈ ഗോവിന്ദസ്വാമിയെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്, ആരൊക്കെയായിട്ടാണ് ഡിസ്കഷൻ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. അത് മാത്രമല്ല, ഈ സംഭവം നടന്ന് സെല്ലിൽ അദ്ദേഹം ഇല്ല എന്നറിഞ്ഞിട്ട് പോലും ആ സമയത്ത് തന്നെ, സാധാരണ ഇങ്ങനെ ഒരു സെല്ലിൽ ഇല്ല എന്നറിയുമ്പോൾ അപ്പോൾ തന്നെ ഉന്നത പോലീസ് ഓഫീസർമാരെ ഇവരറിയിക്കണ്ടേ? ഇവരറിയിച്ചിട്ടില്ല. അതിന്റെ ഒരു കാലതാമസം അവിടെ വന്നിട്ടുണ്ട്. ആ കാലതാമസം ഓരോ ഈ ജയിലിൽ നിന്നും പുറത്ത് ചാടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടില്ല? അപ്പോൾ ഇതിനകത്ത് ജയിൽ അധികൃതരുടെ ഇടയിൽ അവരതിനു വേണ്ടിയുള്ള ഒത്താശ ചെയ്തു കൊടുത്തു. ഇത് ഈ സെൻട്രൽ ജയിലിൽ സ്ഥിരമായി നടക്കുന്ന രാഷ്ട്രീയ തടവുകാർ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ നമുക്കറിയാലോ. അപ്പോൾ ജയിലിനെ വേണ്ട രീതിയിൽ അതിന്റെ അർത്ഥത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഗോവിന്ദസ്വാമി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് പെട്ടയുകയാണ്. ആ സൗമ്യയുടെ അമ്മയുടെ വാക്കുകൾ നമുക്ക് നെഞ്ചിടിക്കുകയാണ്. കാരണം ഇത്ര വലിയൊരു ഇത് ചെയ്ത ഒരാളെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പോലും പ്രയാസം ഉണ്ടാവുന്ന രീതിയിലുള്ള ഭീകരമായ ഒരു നടപടിയാണ് ഈ ഗോവിന്ദസ്വാമിയിൽ നിന്നുണ്ടായത്. മാർട്ടിൻ ജോർജ്, ഇവിടെ പ്രതികളെ, കുറ്റവാളികളെ നിരീക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ ജയിലിന് അകത്തും പുറത്തുമൊക്കെ സുരക്ഷയൊരുക്കുന്നതിൽ നേരത്തെയും കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ടോ? നിരവധി പരാതികളുണ്ടല്ലോ. അവിടെ കഞ്ചാവ് കൊടുക്കുന്നു, അവിടെ മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അത് മാത്രമല്ല, അവിടെ പ്രതികളായിട്ടുള്ളവർക്ക് ഉല്ലസിക്കാനുള്ള സൗകര്യം അതും വന്നതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ വാർത്തകളിൽ. അപ്പൊ അത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ജയിലായി ഇത് മാറിയിരിക്കുന്നു. അപ്പൊ ഇതിന് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇത് മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവം. ഇത് ഇത്തരം ഒരു കൊടു ക്രിമിനല് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അവർ ജയിലിൽ നിന്ന് ചാടിപ്പോവാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഇതിൽ എന്താണ്, ആർക്കാണ് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടാവുക? യെസ്, അത് മാത്രമല്ല, മണിക്കൂറുകൾ കഴിയുന്നു മാർട്ടിൻ ജോർജ്. ഇനിയിപ്പോൾ അത്ര എളുപ്പത്തിൽ പിടികൂടാൻ കഴിയുമോ എന്നതിൽ കൂടി ആശങ്കയുണ്ടല്ലോ. അത് ആശങ്കയുണ്ടോ എന്ന് വെച്ചാൽ ഇതിന് നമ്മളെല്ലാവരും ഇനി ഈ ഒറ്റക്കെട്ടായി നിന്ന് കേരള സമൂഹം മൊത്തം ജനങ്ങള് ഇദ്ദേഹം എവിടെ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിൽ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ജയിലധികരെ സഹായിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. കാരണം ഇത്തരം ഒരു ക്രിമിനൽ എവിടെ പോയി രക്ഷപ്പെടാൻ പാടില്ല. അതായിരിക്കണം കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ പ്രതിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇതിലിപ്പോൾ പോലീസിൽ നിന്നുള്ള ഒരു തെരച്ചിലൊക്കെ എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ താങ്കൾക്ക്? അല്ല, പ്രത്യേകിച്ചല്ല. അവരെ കിട്ടിയ സൗകര്യം വെച്ചിട്ട് അവർ നോക്കാം ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. കാരണം അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ, അത് അവര് ചെയ്തിരിക്കണം. എങ്ങനെയാണ്, പക്ഷെ ഇതിനകത്ത് വന്ന ഒരു കാലതാമസം വലിയൊരു ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് ഇത്തരം കേസുകളിൽ അപ്പോൾ തന്നെ വിജിലന്റ് ആയില്ല എങ്കിൽ അവർക്കത് നേരിയ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് അറിഞ്ഞിട്ടും, സെല്ലിൽ അദ്ദേഹം ഇല്ല എന്നറിഞ്ഞിട്ടും ആ സ്പോട്ടിൽ തന്നെ പോലീസിനെ അറിയിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.